ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിൽ വീഴ്ച വരുത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കടന്നാക്രമിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ വീഴ്ച ഒറ്റപ്പെട്ടതല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തതിൽ ബോർഡിന് സുതാര്യതയില്ലെന്നും വീഴ്ചകൾ ദേവസ്വം ബോർഡിനെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നും കോടതി. നിയമം പാലിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ലെന്നും ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബെഞ്ചിന്റെ അതിരൂക്ഷ വിമർശനം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, പറയൂ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായിട്ടുള്ള പിഴവുകൾ നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ഇതിലാണിപ്പോൾ ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ളത്. ബോർഡിന്റെ അക്കൗണ്ടിംഗ് ഭരണ സംവിധാനങ്ങളിൽ വീഴ്ചകൾ ആഴത്തിലാണ് വേരോടിയിട്ടുള്ളത്. ഒറ്റപ്പെട്ടതല്ല ഇത്തരം വീഴ്ചകൾ, ഗുരുതരമായ സ്വഭാവമുള്ള വീഴ്ചകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങളിലും കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഈ വീഴ്ചകളൊക്കെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളെ ഗുരുതരമായിട്ട് ബാധിക്കുന്നത്. കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങളുടെ ആണെങ്കിലും ചട്ടങ്ങളൊന്നും തന്നെ പാലിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ലെന്നും ഹൈക്കോടതി നിശ്ചിതമായ ഭാഷയിൽ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഓഡിറ്റ് റിപ്പോർട്ടിലും വലിയ രീതിയിൽ വിമർശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയും വീഴ്ചകൾക്കെതിരെയും ഉണ്ട്. ഈ ബോർഡിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ പലതിലും പൊരുത്തക്കേടുണ്ടെന്നാണ് ഓഡിറ്റർ കണ്ടെത്തിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടും രേഖകളും കൃത്യമായിട്ട് ഒത്തുപോകുന്നില്ല അല്ലെങ്കിൽ ഒത്തുനോക്കാനാകുന്നില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വ്യക്തമായിട്ടും പറയുന്നുണ്ട്. തിരിച്ചറിയപ്പെടാത്ത നിരവധി അക്കൗണ്ടുകളാണ് ഉള്ളത്. അക്കൗണ്ട് തയ്യാറാക്കുന്നതിൽ 3 വർഷത്തെ കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകപ്പെട്ടിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇടപാടുകളിലെ കൃത്യത പരിശോധിക്കുന്നതിന് കാലതാമസം വലിയൊരു തടസ്സമായിട്ട് നിലനിൽക്കുകയാണ്. വീഴ്ച വരുത്തുന്ന ജീവനക്കാർ ആരാണെന്നോ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടെന്നും ഓഡിറ്റർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഈ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവർ നൽകിയിട്ടുള്ള രേഖകൾ പ്രകാരം ഓഡിറ്റർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള നിലവിലെ ദേവസ്വം ബോർഡിന്റെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാകുന്നില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കരാറുകാർക്ക് നൽകാനുള്ള പണം എത്രയാണെന്നോ നികുതി ബാധ്യത എത്രയാണെന്നോ നിലവിലുള്ള സ്റ്റോക്ക് എത്രയാണെന്നോ കൃത്യമായിട്ട് വ്യക്തതയില്ല. 2010 മുൻപുള്ള ആസ്തികളുടെ മൂല്യം നിർണ്ണയിക്കുന്ന കാര്യത്തിലും വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, വലിയൊരു പോരായ്മ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഓഡിറ്റർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രോപദേശക സമിതികൾ ഇടപാടുകളിൽ പാൻ നമ്പർ രേഖപ്പെടുത്തുന്നില്ല. ഈ പാൻ നമ്പറൊക്കെ രേഖപ്പെടുത്തി കൃത്യമായിട്ട് അക്കൗണ്ടിംഗ് സംവിധാനത്തിലൂടെയാണ് ഈ ചെലവ് വരവ് കണക്കുകളൊക്കെ തന്നെ പോകേണ്ടത്. പക്ഷേ ഈ ക്ഷേത്രോപദേശക സമിതികളൊന്നും തന്നെ ഇടപാടുകളിൽ സുതാര്യത വരുത്തുന്നില്ല എന്നാണ് ഓഡിറ്ററുടെ ഓഡിറ്റ് വീഴ്ചയിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ഈ വലിയ തട്ടിപ്പിനും ഈ കാട്ടുകൊള്ളയുടെ വ്യാപ്തി ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിലൊന്നും തന്നെ സുതാര്യമില്ല. അതെ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ വരവ് ചെലവ് സാമ്പത്തിക കണക്കുകളിൽ കൃത്യതയില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് ഓഡിറ്റർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. ഈ ഭൂമി ഉൾപ്പെടെ ക്ഷേത്രങ്ങൾക്ക് സംഭാവനയായിട്ട് ലഭിക്കുന്നുണ്ട്. അവയുടെ കൃത്യമായിട്ടുള്ള മൂല്യം കണക്കാക്കപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യത്തിനും ഇതുവരെ ഉത്തരം നൽകാനായിട്ട് ദേവസ്വം ബോർഡിനെ പ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. ഈ ഓഡിറ്റർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക വീഴ്ചയിലടക്കം ഗുരുതരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ദേവസ്വം ബോർഡിന്റെ ഈ ഒരു വരവ് ചെലവ് കണക്കുകളിൽ ഉണ്ട് എന്നും ഹൈക്കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടൊരു അക്കൗണ്ടിംഗ് സംവിധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടാകണമെന്നാണ്. അത് സംബന്ധിച്ച് ചില കർശന നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഭരണ നിർവഹണത്തിനും അക്കൗണ്ടിങ്ങിനും ഒരു കേന്ദ്രീകൃത കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം വേണമെന്നാണ് ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, വിവരങ്ങൾ ക്രമീകരിക്കാനും തെറ്റ് തിരുത്താനും ഒരു ഡാറ്റ മൈഗ്രേഷൻ പ്ലാൻ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടാകണം. അനുയോജ്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ തയ്യാറാക്കേണ്ടത് അത്യന്തം
അത്യന്താപേക്ഷിതമാണെന്നാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. സംവിധാനം എല്ലാ ക്ഷേത്രങ്ങളും, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിംഗ് ഡിജിറ്റൽ സംവിധാനം ഘട്ടം ഘട്ടമായിട്ട് വ്യാപിപ്പിക്കേണ്ട ആവശ്യകതയും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ക്ഷേത്ര ജീവനക്കാർക്ക് പുതിയ സംവിധാനത്തിൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിലടക്കം പരിശീലനം നൽകണം. എല്ലാ വിവരങ്ങളുടെയും സുതാര്യത ഉറപ്പുവരുത്തുകയാണ് ഇത്തരത്തിലൊരു ഡിജിറ്റലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നടപ്പാക്കേണ്ടത് കിറ്റ്ഫ്രയുടെ സഹായത്തോടെ ആണ്. ഇത് സംബന്ധിച്ചാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പഴയ വിവരങ്ങൾ ബാക്കപ്പായി സൂക്ഷിച്ചുകൊണ്ട് വേണം പുതിയ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്താനെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകൾ അതിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളടക്കം വൻ പൊരുത്തക്കേട് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഈ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സംവിധാനം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നിയമങ്ങൾ പാലിക്കാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ള വിമർശനം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണ സംവിധാനത്തിന് നേരെയുള്ള ഒരു വിമർശനമായിട്ട് തന്നെ പറയേണ്ടി വരും. എത്രയൊക്കെ കടുപ്പിച്ച് വിമർശിച്ചാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന ഒരു നിലപാടിലാണ് ബോർഡ് ഭരിക്കുന്നവർ എന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എന്തായാലും അതിരൂക്ഷമായ ഭാഷയിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വിമർശിച്ചത്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊക്കെ സ്ഥിരം നടക്കുന്നതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു സംവിധാനം വേണം. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിൽ ഒട്ടും സുതാര്യമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ കാട്ടുകൊള്ളയാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് നടക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. രേഷ്മ ബാബു